ഇത് ഗ്യാസ് ഫുള്ളാവുമ്പോൾ ഡ്രം ഇതേപോലെ റൈസ് ആവും. ഗ്യാസ് ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ താഴും. നമ്മളിപ്പോൾ ബയോഗ്യാസിൽ നിന്ന് പവർ കിട്ടില്ല എന്നല്ലേ പറഞ്ഞത് LPG എത്ര ഒന്ന് കണ്ടോളൂ. ഇതിപ്പോൾ എത്ര ഹൈറ്റ് കിട്ടുന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പാത്രം വയ്ക്കുമ്പോൾ അറിയാം. ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലേ എത്ര LPG എത്ര ഹൈറ്റിലൊന്ന് കത്തിച്ച് കാണിച്ചു തരണം നിങ്ങൾ. എനിക്ക് തിളച്ചു. 1 മിനിറ്റ് ആയില്ല. 1 മിനിറ്റ് ആയില്ല, തിളച്ചു. ഇത്ര പവർ കിട്ടുമല്ലോ. അവനെ തീർച്ചയായിട്ടും എല്ലാ വിസർജ്യങ്ങളും ഇടാം. മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും എല്ലാം ഇടാം. നമ്മുടെ മനുഷ്യ വിസർജ്യം ഇത് ചെയ്യാൻ പറ്റുമോ? ഏതാണ് സെപ്റ്റിക് ടാങ്കിന്റെ? പിന്നെന്താ ഇഷ്ടം പോലെ. ഇതിലില്ല. സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ അടിയിൽ ചെയ്യണം. ഭൂമിയുടെ അടിയിൽ ചെയ്തിട്ട് കണക്ട് ചെയ്യോ? പമ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ ഗ്യാസ് കിട്ടും. ഇത് പറയുമ്പോൾ പലർക്കും തോന്നും ഈ സെപ്റ്റി ടാങ്കിൽ നിന്ന് ഉണ്ടാവുന്ന ഗ്യാസിന് സ്മെല്ല് വരുമോ, പാചകം ചെയ്യുമ്പോൾ സ്മെല്ല് വരുമോ. ഒന്നുമില്ല, എല്ലാ ഔട്ട്പുട്ടും മീഥെയിൻ തന്നെയാണ്. അപ്പം നമ്മൾ പുറത്ത് വേസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ പുറത്തൊരു പട്ടിയോ എന്തെങ്കിലും ചത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റെസിഡ്യൂ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ദഹിച്ച് ഗ്യാസായിട്ട് പുറത്തോട്ട് വരും. ദഹനം അതിൽ നടക്കും. വല്ലാണ്ട് ബ്ലോക്ക് ആവില്ല. സെപ്റ്റി ടാങ്ക് ബ്ലോക്ക് ആവുന്ന പോലെ ബയോഗ്യാസ് പ്ലാന്റ് ബ്ലോക്ക് ആവില്ല. അപ്പോൾ ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ സെപ്റ്റി ടാങ്ക് ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ്. ഹോട്ടലിൽ 1-2 കുറ്റിയൊക്കെ ലാഭമുണ്ടോ മാസത്തിൽ? പിന്നെ മാസം 5-6 സിലിണ്ടർ സേവ് ചെയ്യുന്ന ഹോട്ടലുകളുണ്ട്. ഈ കേരളത്തിലാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഫിക്സഡ് ടൈപ്പ്. ഇത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യവും പന്നികളുടെ വേസ്റ്റ്, അതുപോലെ തന്നെ ഇവിടെ പശുമാടുകളുണ്ട്, അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്കിൻ്റെ മാലിന്യമുണ്ട്. ഇവിടെ ഓൾറെഡി കാറ്ററിംഗ് യൂണിറ്റ് ഹോള് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കാറ്ററിംഗ് യൂണിറ്റിൻ്റെ വേസ്റ്റ് വരുന്നുണ്ട്. അതും കൂടി നമുക്ക് ഇതിൽ ഇൻകോപ്പറേറ്റ് 500 കിലോൻ്റെ പ്ലാനാണത്. ഡെയിലി 500 കിലോ ഇടാൻ പറ്റും. 24 മണിക്കൂർ കത്തിക്കാം. വേറെ ഗ്യാസ് കിട്ടും. ഇവിടെ വേറെ ഗ്യാസിൻ്റെ ആവശ്യമില്ല. ഇതിലെ സ്ലറി കളക്ട് വരുന്ന വേസ്റ്റ്. ഇത് കോളേജിൻ്റെ ഇതാണ്. കോളേജ് സെയിന്റ് അലോഷ്യസ് കോളേജ്. ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ മോഡല്. വർക്കിംഗ് മോഡൽ കാണിച്ചാലാണ് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വർക്കിംഗ് മോഡൽ എടുത്തത്. ഇപ്പൊ നമ്മുടെ ഓഫീസിലാണ്. അതെ, ഇത് പഴയതെന്ന് പറഞ്ഞാല് വെച്ചപ്പോൾ പുതിയതാണ്. പിന്നെ നമ്മൾ ഇതിന് വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, കാരണം നമ്മുടെ ഇവിടെ തന്നെ ഉപയോഗിക്കുന്ന പ്ലാന്റ് ആണ്. ഇവിടുത്തെ 4 മണി പലഹാരങ്ങളും അതുപോലെ ചായയൊക്കെ വെക്കുന്ന ഈ പ്ലാന്റിലെ ഗ്യാസ് കൊണ്ടാണ്. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം ഒരു 13-14 വർഷമായിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട്, ഈ പ്ലാന്റ് വെച്ചിട്ട്. ഇതിൽ മെയിൻ്റെനൻസ് ആയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഡെയിലി ഇവരുടെ സ്റ്റാഫിൻ്റെ ഫുഡ് ഇതിലൊഴിക്കും, അതിലെ സ്ലറി വരും. ആ സ്ലറി കൊണ്ട് വളർന്നതാണ് നിങ്ങളെ പിന്നിൽ കാണുന്ന അത്രയും പുല്ല്. അതെ, ഇവിടെ എപ്പോഴും നമുക്ക് ക്ലീനിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കണ്ടോ ഇത്രയും കോമ്പാക്ട് സ്പേസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഒരു 4.25 അടി സ്ഥലമുണ്ട്. നമുക്കിത് വെക്കാനായിട്ടൊരു കറക്റ്റ് ഒരു 3 അടി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് കൂടി കിടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും.